ഹിന്ദു ഇതിഹാസങ്ങളിൽ ചിരഞ്ജീവികൾ എന്നറിയപ്പെടുന്നത് കാലത്തെ അതിജീവിച്ച് ഇന്നും ഭൂമിയിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന 8 പുണ്യപുരുഷന്മാരെയാണ്. അശ്വത്ഥാത്മാവ് ബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കുറുബർ, പരശുരാമൻ എന്നിവരാണ് സപ്ത ചിരഞ്ജീവികൾ. ഇവരോടൊപ്പം മാർക്കണ്ഡേയ മഹർഷിയെയും ചേർത്ത് 8 പേരായി കണക്കാക്കുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് വേദവ്യാസൻ വേദങ്ങളെ സംരക്ഷിക്കാനും, വിഭീഷണൻ ലോകത്തിന് നീതിയുടെ വഴി കാണിക്കാനും, ഹനുമാൻ ഭക്തരെ സംരക്ഷിക്കാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കലിയുഗത്തിന്റെ അവസാനം വിഷ്ണു ഭഗവാൻ കലിക്ക് അവതാരമായി എത്തുമ്പോൾ അദ്ദേഹത്തിന് വഴികാട്ടികളായി ഈ ചിരഞ്ജീവികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഹനുമാന്റെ കാര്യമെടുത്താൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുമാണ് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത്. രാമായണ കാലഘട്ടം കഴിഞ്ഞ് മഹാഭാരത യുദ്ധസമയത്തും ഹനുമാന്റെ സാന്നിധ്യം നാം കാണുന്നുണ്ട്. ഭീമനുമായി ഹനുമാൻ കൂടിക്കാഴ്ച നടത്തുന്നതും അർജുനന്റെ രഥത്തിലെ കുടിയിൽ ഹനുമാൻ ഇരുന്നതും ഇതിന് തെളിവായി ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രീരാമന്റെ വിയോഗത്തിനു ശേഷം ഹനുമാൻ തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയെന്നാണ് കരുതപ്പെടുന്നത്. ഹനുമാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന പല ആധുനിക റിപ്പോർട്ടുകളും ലേറ്റസ്റ്റ് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശ്രീലങ്കയിലെ കാടുകളിൽ കഴിയുന്ന മാതംഗ എന്ന ആദിവാസി വിഭാഗത്തിന്റെ അവകാശവാദങ്ങൾ ഈ വിഷയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. മറ്റാരുമായും ബന്ധമില്ലാത്ത ഇവർ പറയുന്നത് ഹനുമാൻ വർഷങ്ങൾ കൂടുമ്പോൾ തങ്ങളെ കാണാൻ എത്താറുണ്ടെന്നാണ്. അദ്ദേഹം തങ്ങൾക്ക് നൽകിയ അറിവുകൾ ഇവർ ഒരു ഹനുമാൻ ഡയറിയായി സൂക്ഷിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. 2014 ഹനുമാൻ തങ്ങളെ സന്ദർശിച്ചതായും അവിടെയുള്ളവർ അവകാശപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹനുമാന്റെ വലിപ്പമേറിയ കാൽപ്പാടുകൾ കണ്ടെത്തിയതും ചില ക്യാമറകളിൽ ഹനുമാന്റെതെന്ന് തോന്നിക്കുന്ന രൂപങ്ങൾ പതിഞ്ഞതും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ വൈറലായിട്ടുണ്ട്. ശാസ്ത്രീയമായി ഇവ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആത്മീയവാദികൾ ഇതിനെ ഹനുമാന്റെ സാന്നിധ്യമായി കാണുന്നു. ഹനുമാൻ വസിക്കുന്നത് ഗന്ധമാദന പർവ്വതത്തിലാണെന്ന വായു പുരാണത്തിൽ പറയുന്നത്. ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിന് സമീപമുള്ള ഈ പ്രദേശം അതീവ രഹസ്യമായതും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ളതുമാണ്. ശ്രീരാമൻ നാം മുഴങ്ങുന്നിടത്ത് ഹനുമാൻ അദൃശ്യനായി എത്തുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നും പല രാമായണ പാരായണ വേദിയിലും ഹനുമാനായി ഒരു ഇരിപ്പിടം ഒഴിച്ചിടാറുണ്ട്. ലോകാവസാനം വരെയോ അല്ലെങ്കിൽ കലിയുഗം അവസാനിക്കുന്നത് വരെയോ ഹനുമാൻ തന്റെ ഭക്തരെ സംരക്ഷിക്കാൻ ഇവിടെയുണ്ടാകുമെന്നത് കേവലം ഒരു കഥയല്ല, മറിച്ച് പലരും അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹനുമാന്റെ അമരത്വം എന്നത് കാലത്തെ ജയിച്ച ഒരു മഹാശക്തിയുടെ പ്രതീകമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.